അമേരിക്കൻ പ്രസിഡന്റ് പദവിയിലെത്തിയ ഡൊണാൾഡ് ട്രംപിന്റെ ആദ്യ നീക്കങ്ങളിൽ ഒന്നായിരുന്നു യുഎസിലുള്ള എല്ലാ അനധികൃത കുടിയേറ്റക്കാരെയും നാടുകടത്തുക എന്നത്. ഇന്ത്യ അടക്കം നിരവധി രാജ്യങ്ങളിൽ നിന്ന് അനധികൃതമായി അമേരിക്കയിൽ താമസിച്ചിരുന്ന പതിനായിരക്കണക്കിന് ആളുകളെ അമേരിക്ക ഇതിനകം നാടുകടത്തിയിരുന്നു. ഈ വർഷം ജനുവരിക്ക് ശേഷം ഇതുവരെ 388 ഇന്ത്യക്കാരെയാണ് അമേരിക്കയിൽ നിന്ന് നാടുകടത്തിയത്. നാടുകടത്തിയതിനേക്കാൾ ഉപരി ട്രംപ് ഭരണകൂടം അനധികൃത കുടിയേറ്റക്കാരോട് കാണിച്ച സമീപനമാണ് ലോകവ്യാപകമായി വിമർശന വിധേയമായത്. സൈനിക വിമാനത്തിൽ വിലങ്ങണിയിച്ച് തീർത്തും മനുഷ്യത്വരഹിതമായാണ് അനധികൃത കുടിയേറ്റക്കാരെ നാട്ടിലേക്ക് തിരിച്ചയച്ചത്. മെച്ചപ്പെട്ട ഭാവി സ്വപ്നം കണ്ടാണ് പലരും നിയമവിരുദ്ധമായ മാർഗങ്ങളിലൂടെ യുഎസിലെത്തിയത്. ആഗ്രഹിച്ചതൊന്നും നേടാൻ കഴിയാതെ വിലങ്ങണിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചു വരുന്ന കാഴ്ചയാണ് സമീപകാലത്ത് വാർത്താ മാധ്യമങ്ങളിലൂടെ കണ്ടത്. ഇപ്പോഴിതാ നാടുകടത്തലിന്റെ മറ്റൊരു ക്രൂരമായ വശമാണ് രാജ്യാന്തര മാധ്യമങ്ങളിൽ അനാവരണം ചെയ്യുന്നത്. ഗുരുതരമായ ക്യാൻസർ ബാധിച്ച 4 വയസ്സുള്ള കുട്ടി ഉൾപ്പെടെ 3 കുട്ടികളെ നാടുകടത്തിയതായി CNN റിപ്പോർട്ട് ചെയ്തു. കുട്ടികളുടെ കുടുംബാംഗങ്ങളുടെ അഭിഭാഷകരെ ഉദ്ധരിച്ചാണ് CNN റിപ്പോർട്ട്. ഈ കുട്ടികൾ അമേരിക്കൻ പൗരത്വം നേടിയവരാണ്. അമേരിക്കൻ സിവിൽ ലിബർട്ടീസ് യൂണിയനാണ് കുടുംബത്തിനു വേണ്ടി കേസ് വാദിക്കുന്നത്. അമ്മയെയും 4ഉം 7ഉം വയസ്സുള്ള കുട്ടികളെയുമാണ് അമേരിക്കൻ ഭരണകൂടം നാടുകടത്തിയത്. മറ്റൊരു സംഭവത്തിൽ അമ്മയെയും 2 വയസ്സുള്ള കുട്ടിയെയും യുഎസിൽ നിന്ന് നാടുകടത്തി. മാതാപിതാക്കൾ അനധികൃത കുടിയേറ്റക്കാരാണെങ്കിലും കുട്ടികൾക്ക് യുഎസ് പൗരത്വം ലഭിച്ചിരുന്നു. അമ്മമാർക്ക് നിയമപരമായ രേഖകൾ ഇല്ലാത്തതാണ് നാടുകടത്തലിന് കാരണം. ഇവരെ സൈനിക വിമാനത്തിൽ ഹൊണ്ടുറാസിലേക്ക് കൊണ്ടുപോയതായും അഭിഭാഷകർ അറിയിച്ചു. ഗുരുതരവും അപൂർവവുമായ ക്യാൻസറാണ് കുട്ടിയെ ബാധിച്ചിട്ടുള്ളത്. ക്യാൻസറിന്റെ 4ാമത്തെ സ്റ്റേജിലുള്ള കുട്ടിയുടെ ചികിത്സയും അനിശ്ചിതാവസ്ഥയിലായി. കുഞ്ഞിന്റെ ചികിത്സകൾ നടക്കുന്നത് യുഎസിലാണ്. 2023 ന്യൂ ഓർലിയാൻസിൽ വെച്ചാണ് കുട്ടിയുടെ ജനനം. ന്യൂ ഓർലിയാൻസിലെ പരിശോധനകൾക്കിടെയാണ് അമ്മയെയും 4 വയസ്സുള്ള കുട്ടിയെയും യുഎസ് ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് വിഭാഗം കസ്റ്റഡിയിലെടുത്തത്. എന്നാൽ ഇക്കാര്യം രഹസ്യമായി സൂക്ഷിക്കുകയായിരുന്നു. നിയമോപദേശം തേടാൻ പോലും സാവകാശം നൽകാതെയാണ് അമ്മയെയും ക്യാൻസർ ബാധിച്ച കുട്ടിയെയും ഹോണ്ടുറാസിലേക്ക് നാടുകടത്തിയത്. സ്ത്രീകളെയും അവരുടെ പിഞ്ചുകുട്ടികളെയും നാടുകടത്തുന്നത് ക്രൂരമായ നടപടിയാണെന്നാണ് അഭിഭാഷകർ പറഞ്ഞത്. ഈ കേസുകൾ അതിന്റെ ഒരു ഉദാഹരണം മാത്രമാണ്. കേസ് ഇപ്പോൾ ഫെഡറൽ കോടതിയുടെ പരിഗണനയിലാണ്. കുടുംബത്തിന്റെ ഹർജിയിൽ ഫെഡറൽ കോടതി തുടർവാദം കേൾക്കും. മെയ് 16-നാണ് ഹർജിയിൽ വാദം കേൾക്കുന്നത്.